കർത്താവിൽ അനുഗ്രഹീതരായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ രാത്രിയിൽ കഴിവതും ആളുകൾ ദേവാലയത്തിലൊക്കെ പോയി പുതുവർഷ പുലരിക്കായി പ്രാർത്ഥനയോടെ ജാഗരണത്തോടെയൊക്കെ ദേവാലയങ്ങളിൽ ആയിരുന്നു. ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാനും തിരുബലി അനുഭവിപ്പാനും പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമായി ഇന്ന് ഇതുപോലെ നമുക്കൊരുമിച്ചിരിക്കുവാനും വചനം പഠിക്കുവാനും കേൾക്കുവാനും വചനം ധ്യാനിക്കുവാനും തമ്പുരാൻ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, അനേകാളുകൾ ലോകത്തിൻ്റെ ഈ സമയത്തെ കാണുവാൻ ആഗ്രഹിച്ചിട്ടും ദൈവഹിതപ്രകാരം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവം കനിവോടെ നൽകിയ ഈ സമയം, അല്പനേരം ഈ നിമിഷങ്ങൾ തിരുവചന ധ്യാനത്തിനായി നമുക്ക് മാറ്റിവെക്കാം. ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിനമായ ഇന്ന് നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം. അതിപ്രകാരമാണ്: ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ശബ്ദങ്ങളില്ലാതെ, ആരവങ്ങളില്ലാതെ, അവകാശവാദങ്ങളില്ലാതെ, ന്യായീകരണങ്ങളില്ലാതെ തമ്പുരാനെ പുതുവർഷത്തിൻ്റെ ഈ ദിവസത്തിൽ നിശബ്ദമായി നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭയങ്ങളും കുറ്റബോധങ്ങളും നിന്നിൽ വച്ച് ഈ ധ്യാനം ആരംഭിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ദാനിയേലിനോട് ദൈവം പറഞ്ഞ വാക്കാണത്. ഭയപ്പെടേണ്ട, ദൈവം നമ്മോടും പറയുന്നത് ഇതാണ്: ഭയപ്പെടേണ്ട. ഈ വാക്കു നമുക്കായിട്ട് ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, പാപബോധം കൊണ്ടുള്ള ഭയം. എന്നാൽ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. തമ്പുരാനെ, ഞങ്ങൾ പലപ്പോഴും നിന്നോടടുത്തു വരുവാൻ പോലും ഭയന്നവരാണ്. എന്നാൽ ഇന്ന് ഈ വർഷാരംഭ ദിവസത്തിൽ ദൈവം നിന്നെ വിളിക്കുന്നു. മകനെ, മകളെ, അടുത്തു വരിക, ഭയപ്പെടേണ്ട. താഴ്മ നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും. കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു നമ്മുടെ അഹങ്കാരം, ആത്മീയ അനാസക്തി, പ്രാർത്ഥനകളിൽ ഉണ്ടായ അലസത, നിന്നെ മറന്നു ജീവിച്ച നിമിഷം, ആ ദിവസങ്ങൾ നമ്മൾ പലപ്പോഴും ന്യായീകരിച്ചു, സ്വയം ശുദ്ധീകരിച്ചു. പക്ഷേ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയില്ല. ഇന്ന് ഈ വർഷാരംഭ ദിവസത്തിൻ്റെ ഇന്ന് മുതൽ തമ്പുരാനെ, നിന്റെ തിരുമുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ആദ്യ ദിവസം മുതൽ തമ്പുരാനെ, ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനമാണിത്. മനസ്സുവച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് അടിയങ്ങൾ കേട്ടിരിക്കും. കർത്താവേ, ഞങ്ങൾ കരഞ്ഞ ആദ്യ ദിവസം, ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആദ്യ ദിവസം, ഞങ്ങൾ മാറുവാൻ തീരുമാനിച്ച ആദ്യ ദിവസം, ഉത്തരം വൈകിയെങ്കിലും നിശബ്ദതയുണ്ടായിരുന്നെങ്കിലും നീ കേൾക്കാതെ ഇരിക്കുന്നില്ല എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കർത്താവേ, ഇനി ഞങ്ങളുടെ ജീവിതം നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവി നിന്റെ കൈകളിൽ, ഞങ്ങളുടെ കുടുംബം നിന്റെ കൈകളിൽ, ഞങ്ങളുടെ വേദന നിന്റെ കൈകളിൽ. നീ വിളി കേൾക്കുന്ന ദൈവമാണ്, നീ മറുപടി നൽകുന്ന ദൈവമാണ്, നീ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇനി ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഇനി ഞങ്ങൾ കൈവിടുകയില്ല. സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ധ്യാനത്തിലൂടെ
ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സ്പർശിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിനോട് പറഞ്ഞ വാക്ക് ഇന്നു ഞങ്ങളോടും പറയുന്ന ദൈവം ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.